ഈ 3 സ്ഥലത്തു നിന്നും കൊള്ള നടന്നു എന്ന് ഇവിടെ ഭരിച്ചിരിക്കുന്ന BJP ഗവൺമെന്റുകൾ സമ്മതിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവർക്ക് അമ്പലവും ദൈവവും ഒക്കെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. ചിന്നു യാദവ് ഉണ്ട്, അപ്പുറത്തിന് അഖിലേഷ് യാദവ് ഉണ്ട്. അവിടെ യാദവര് ശക്തരാണെങ്കിലും പിന്നോക്ക സമൂഹങ്ങളിൽ ഒന്നാണ്. അപ്പം പിന്നോക്ക സമുദായത്തിലെ രണ്ടുപേരെ ചേർത്ത് ഒരു കഥയുണ്ടാക്കി ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡിലാണ് സംഭവിച്ചെങ്കിൽ ടീച്ചർ ഇവിടെ എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? ദൈവത്തിന്റെ നോട്ട് കിട്ടുകൊണ്ട് എന്താ കാര്യം? ഗാന്ധിജിയുടെ നോട്ട് ശ്രീരാമന്റെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പകരം ആ നോട്ട് ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. ഇനിയും BJP നേതാക്കളായ വിനയ് കട്ടിയാർ അടക്കം ചമ്പത് റായിയെ തള്ളി പറയുന്നുണ്ട്, ബാക്കി ആൾക്കാർ തള്ളി പറയുന്നുണ്ട്. പക്ഷേ BJP നേതൃത്വം തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഇതിന്റെ കള്ളത്തരങ്ങൾ എല്ലാം വെളിയിൽ വരണം. അല്ലാതെ ഈ ചെറിയ 6 മീനുകൾ കാശ് എണ്ണാനിരുന്ന കുറെ ആൾക്കാരാണ് 50 കോടി രൂപയുടെ സ്വത്തുണ്ടാക്കിയെന്നോ കോടിക്കണക്കിന് രൂപ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് കോർട്ട് മോണിറ്റേർഡ് പ്രോബ്. നമ്മുടെ KC വേണുഗോപാൽ സാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം. രാഹുൽ, ഈ BJP ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അയോധ്യ ബദ്രിനാഥില് നടന്ന കൊള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതില് അയോധ്യ നടന്ന കൊള്ളയിൽ 13 ദിവസമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത്. ഇപ്പൊ ബദ്രിനാഥിൽ സമാനമായിട്ടുള്ള ഈ ഒരു അഴിമതി അല്ലെങ്കിൽ വലിയൊരു കൊള്ള നടന്നതായിട്ട് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്ന് പറയുന്നത്, ഈ 2 സ്ഥലങ്ങളിലും ഭരണം നടത്തുന്നത് BJP നേതാക്കളാണ്. ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംരക്ഷിക്കുന്നവർ അവരെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഹിന്ദു വിശ്വാസികളെ ഏറ്റവും കൂടുതൽ കയ്യിലെടുത്തത് ഈ BJP നേതാക്കൾ തന്നെയാണ്. അപ്പോൾ അവർ തന്നെ ഇവിടെ ഈ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയ കൊള്ള നടത്തുമ്പോൾ ജനങ്ങളെ അവർ വീണ്ടും വഞ്ചിക്കുകയല്ലേ? വലിയ ദൗർഭാഗ്യകരമാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആർക്കും തർക്കവും സംശയവും കാണില്ല. അതായത് അയോധ്യ പോലെ ലോകപ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രം, ബദ്രിനാഥ് എന്ന് പറയുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സാക്ഷാൽ ആദി ശങ്കരാചാര്യനാണ് ഒരുപക്ഷെ അവിടേക്ക് ആളെ കൊണ്ടുപോയത്. രശ്മിക ഈ വിഷയത്തിൽ ആഴത്തിൽ അറിയാവുന്നറിയില്ല. കേരളത്തിൽ നിന്ന് ഉള്ളൊരു പൂജാരി അടക്കം ബദ്രിനാഥിലുണ്ട്. ഇപ്പോഴല്ല, നൂറ്റാണ്ടുകളായിട്ട്. അപ്പോൾ അത് നമ്മുടെയായിട്ട് വലിയ ലെഗസി ഉള്ളതാണ്. പിന്നെ ബാഗൽമുഖി മധ്യപ്രദേശിലെ വളരെ പ്രസിദ്ധമായ ടെമ്പിളാണ്. ഈ 3 സ്ഥലത്തു നിന്നും കൊള്ള നടന്നു എന്ന് ഇവിടെ ഭരിച്ചിരിക്കുന്ന BJP ഗവൺമെന്റുകൾ സമ്മതിക്കുന്നുണ്ട്. കാര്യം FIR ഇട്ട് അന്വേഷണം നടത്തി. ഇപ്പോ ബദ്രിനാഥിലും FIR ഇട്ടിട്ടുണ്ട്. അവിടെയും ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയർമാൻ അറിയാതെ, ചെയർമാൻ ഒരു വൈക്കേരിയസ് ലയബിലിറ്റിയോ ചെയർമാൻ ഏതെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുമോ? കാര്യം ചെയർമാൻ എന്ന സ്ഥാനം ഉള്ളതുകൊണ്ടാണല്ലോ അയാൾക്ക് മോഷ്ടിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇത്രയും ആക്സസും മറ്റും കിട്ടുന്നത്. അപ്പോൾ ചെയർമാൻ എന്ന രാഷ്ട്രീയക്കാരനെ രക്ഷിക്കാനും ബാക്കിയുള്ളവരെ കൊടുക്കാനുമാണ് ശ്രമം നടക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ സംഘത്തിലെ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിന് പങ്കുണ്ടെന്നോ നമ്മുടെ ചില ഇടത് സുഹൃത്തുക്കൾ പറയുന്ന പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഉത്തരവാദിത്തത്തോടെ ഈ അമ്പലങ്ങളെ ഭരിക്കേണ്ടവർ അത് കക്കാൻ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കക്കുമ്പോൾ കണ്ണടയ്ക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വിഷമകരമായ കാര്യമാണ്. ഞാൻ ഒറ്റ കാര്യമാണ് നമ്മുടെ BJP സുഹൃത്തുക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയല്ലേ CPM ശബരിമല ചെയ്തത്? ഇത് ചെയ്തപ്പോഴല്ലേ ശ്രീ പിണറായി വിജയനെ അടക്കം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്ന് നമ്മുടെ BJP സുഹൃത്തുക്കൾ പറഞ്ഞത്. ആ യാഡ്സിക്ക് പോലും വേണ്ട, യോഗി ആദിത്യനാഥൊന്നും വേണ്ട, ചമ്പത് റായിക്ക് പോലും ഇതിൽ യാതൊരു കുറ്റമില്ല എന്നാണ് പറയുന്നത്. ഇനിയും BJP നേതാക്കളായ വിനയ് കട്ടിയാർ അടക്കം ചമ്പത് റായിയെ തള്ളി പറയുന്നുണ്ട്, ബാക്കി ആൾക്കാർ തള്ളി പറയുന്നുണ്ട്. പക്ഷേ BJP നേതൃത്വം തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നേതാക്കൾ ഇതിനെപ്പറ്റി യാതൊരു രീതിയിലും സംസാരിക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അപ്പോ പൊക്കി വരുന്ന ചില ആളുകളുണ്ട്, ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുവിനെ തീവ്ര ഹിന്ദു നിലപാടുകൾ എടുക്കുന്നതും പറയുന്നതും ചില ആളുകൾ. അവിടെ ഈ ശശികല ടീച്ചറെ പോലെ അവിടെ ഒരു കൃത്യമായ ഡിഫറൻസിയേഷൻ പറയാം. യഥാർത്ഥത്തിൽ ഇവർ ഹിന്ദുത്വവാദികളാണ്. ഹിന്ദു വേറെ, ഹിന്ദുത്വവാദി വേറെ. മഹാത്മാഗാന്ധി ഹിന്ദുവാണ്, സ്വാമി വിവേകാനന്ദൻ ഹിന്ദുവാണ്. പക്ഷെ ഇവർ ഹിന്ദുത്വവാദികളാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് വീര സവർക്കർ, നമുക്ക് വേണ്ടി 10-11 വർഷം ജയിലിൽ കിടന്ന വീര സവർക്കർ പ്രചരിപ്പിച്ച ഒരു ചിന്താധാരയാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇതിന്റെ ഒരു ഹിന്ദുത്വം എന്ന വാക്ക് പോലും ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും നിരീശ്വരവാദ ഹിന്ദുത്വമാണ്. അതായത് ശ്രീ സവർക്കർക്ക് അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഘട്ടത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വ ലൈൻ സ്വീകരിച്ച് ഒരു തെറ്റിന്റെ പാതയിലേക്ക് പോയി, അതിനൊന്നും സംശയമില്ല. പക്ഷെ അദ്ദേഹം നമുക്ക് വേണ്ടി 10-12 വർഷം ജയിലിൽ കിടന്നാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. പക്ഷേ വീര സവർക്കർക്ക് ദൈവവിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പലപ്പോഴും ഈ ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവർക്ക് അമ്പലവും ദൈവവും ഒക്കെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്, അല്ലാതൊന്നുമല്ല.
ഈ ശശികല ടീച്ചറൊക്കെ എപ്പോഴും വന്ന് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നത് അത്തരം രീതിയിലാണ്. അപ്പം ഈ ഈ ഒരു വിഷയത്തിൽ, അതായത് അയോധ്യ വിഷയത്തിലും ബദ്രിനാഥ് വിഷയത്തിലും ഇവരൊക്കെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ബി ജെ പി ശശികല തന്നെ അല്ല. ടീച്ചർ അല്ല, ശശികല ടീച്ചറിനെ ടീച്ചർ എന്ന് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. പല ആൾക്കാരും ടീച്ചറിനെ മോശം പദം പ്രയോഗിക്കാറുണ്ട്. ശശികല ടീച്ചറിനോട് അഭിപ്രായങ്ങൾ 100% വിയോജിക്കുമ്പോഴും ടീച്ചറാണ്, വിദ്യ പകർന്നു കൊടുത്തൊരു വ്യക്തിയാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ദേവസ്വം ബോർഡിലാണ് സംഭവിച്ചെങ്കിൽ ടീച്ചർ ഇവിടെ എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? കോൺഗ്രസോ ആപ്പോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ടീച്ചർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഹിന്ദുവിന്റെ ക്ഷേത്രം കട്ടോണ്ട് പോകണേ, ഹിന്ദു കൊണ്ടുവരണം എന്നൊക്കെ പറയില്ലേ? ഇപ്പം ടീച്ചർ ഉറങ്ങുന്നതിന്റെ കാര്യം എന്താണ്? കാര്യം ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോ ഹിന്ദു എന്ന് പറയുന്നത് BJPയുടെ ബി ടീം അല്ല. ഹിന്ദു എന്ന് പറയുന്ന വലിയ ടീമിന്റെ ഒരു ഭാഗം മാത്രമാണ് RSSും BJPക്കാർക്ക് ചിലപ്പോഴെങ്കിലും ഉള്ള ഒരു തെറ്റിദ്ധാരണ BJP എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നാണ്, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ BJP എന്നാണ്. അങ്ങനെയല്ല. ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല ഹിന്ദുവായ മഹാത്മാഗാന്ധിയോ വിവേകാനന്ദനോ ഒന്നും വർഗീയവാദികളോ അല്ലെങ്കിൽ മുസ്ലിം വിരോധികളോ ഹിന്ദുത്വവാദികളോ ഒന്നും ആയിരുന്നില്ല. അവരെല്ലാം നല്ല സനാതനധർമ്മ വിശ്വാസികളായ, ബഹുസ്വരവാദികളായ, മതസൗഹാർദ്ദവാദികളായ വ്യക്തികളായിരുന്നു. നമ്മുടെ ലീഡർ കരുണാകരൻ സാറിനെ പോലെ BJPയിലും അങ്ങനെ ആൾക്കാരുണ്ട്. ഉദാഹരണം ശ്രീധരൻപിള്ള സാർ അങ്ങനെയാണ്, കുമ്മൻ രാജശേഖരൻ അങ്ങനെയാണ്, ശ്രീ സുരേഷ് ഗോപി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി BJPയിൽ MP ആയി നിന്നിട്ടും മന്ത്രിയായി നിന്നിട്ട് പോലും പറയുന്നത് എനിക്ക് ബിസ്മി അടക്കം ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാം എന്ന്. അതൊക്കെ പോസിറ്റീവാണ്. പക്ഷെ എല്ലാവർക്കും അറിയുന്നത് പോലെ BJPയിലെ ഒരു വിഭാഗം കുറച്ച് തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്നുണ്ട്. അത് അപകടമാണ്, തെറ്റാണ്. ഇനിയും BJPക്കാർ കൂടെ വന്ന് മുന്നോട്ടിറങ്ങി അതിശക്തമായി ഈ അമ്പലക്കൊള്ള എതിർക്കണം. അത് ശബരിമലയിൽ നടന്നാലും എതിർക്കണം, അയോധ്യ നടന്നാലും എതിർക്കണം, ബദ്രിനാഥിൽ നടന്നാലും എതിർക്കണം, ബാഗൽമുഖി നടന്നാലും എതിർക്കണം. ഇവിടെ രാഷ്ട്രീയ ചേരികളുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന കൊള്ള നടന്ന സമയത്ത്, അതായത് അയോധ്യയിൽ ഈ കൊള്ള നടന്ന സമയത്ത് BJP ആളുകൾ ഈ അഖിലേഷ് യാദവിന്റെ പേരെടുത്തുകൊണ്ടായിരുന്നു പറഞ്ഞത്. അതായത് അഖിലേഷ് യാദവിന് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് രീതിയിലുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കാൻ നോക്കുന്നു. അതായത് ഈ കേസിൽ നിന്ന് കുറച്ച് BJP നേതാക്കളെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടത്തുന്നു. സത്യത്തിൽ അതിലൊരു കാര്യമുണ്ടോ? അതായത് ഈ അഖിലേഷ് യാദവിന് ഏതെങ്കിലും തരത്തിൽ ഞാൻ ചിരിച്ചതിന്റെ കാര്യം എന്താ അറിയോ? അതായത് ടിന്നു യാദവ് ഉണ്ട്, അപ്പുറത്തൊരു അഖിലേഷ് യാദവ് ഉണ്ട്. അവിടെ യാദവര് ശക്തരാണെങ്കിലും പിന്നോക്ക സമൂഹങ്ങളിൽ ഒന്നാണ്. അപ്പം പിന്നോക്ക സമുദായത്തിലെ രണ്ടുപേരെ ചേർത്തൊരു കഥയുണ്ടാക്കി ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഇല്ലെങ്കിൽ ചമ്പത് റായുടെ ഡ്രൈവറായ ടിന്നു യാദവ് അഖിലേഷ് യാദവിന്റെ ആളാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒന്നുമില്ല, വെറുതെ പറയുന്നതാ. അപ്പോ ഇതൊക്കെ എന്താ പറയണേ, പറച്ചിലിന് വേണ്ടി പറയുന്നതെന്നല്ലാതെ അതിന് എന്തെങ്കിലും ക്രെഡിബിലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയില്ല. അവിടെയാണ് ഇവര് അവകാശപ്പെടുന്നത് 890 തവണ വിളിച്ചു എന്നാണ്. 890 900 തവണ വിളിച്ചു എന്നാണ്. പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ വാർത്ത ക്യാരി ചെയ്തിട്ടില്ല. അവിടുത്തെ BJP അനുകൂലമായ കുറെ ആൾക്കാരാണ് അത് ക്യാരി ചെയ്തിട്ടുള്ളത്. അത് ശരിയാണെന്ന് അറിയില്ല. അഥവാ ശരിയാണെന്ന് ഒരു നിമിഷം ഇരിക്കട്ടെ, ഒരു നിമിഷത്തേക്ക് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ അഖിലേഷ് യാദവിനെ SIT ചോദ്യം ചെയ്യാത്തത്? SIT ആരുടെയാണ്? BJPയുടെയാണ്. അല്ലെങ്കിൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന SIT ആണ്. യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി. എന്നാൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇതൊക്കെ ചുമ്മാ പറയുകയാണ്. മാത്രമല്ല, ഇന്ന് സമാജ്വാദി പാർട്ടി നേതാവ് BJP MP നിഷാന്ത് ദൂബയ്ക്ക് വക്കീൽ നോട്ടീസ് വായിച്ചിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര സത്യം ഉണ്ടെന്ന് അറിയില്ല. അതായത് കള്ളം കട്ടവരെയാണ് ചെയ്യേണ്ടത്. കട്ടവരും കള്ളം ചെയ്തവരും എല്ലാം BJP എക്കോസിസ്റ്റത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കണ്ണടച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ CPMന്റെ ദേവസ്വം ബോർഡാണെങ്കിൽ അവിടെ RSSകാരെയും BJPക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡാണെങ്കിൽ CPMകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം BJP ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഒരു ദേവസ്വമോ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിന് സമാനമായ സംവിധാനങ്ങളോ ഭരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞത് എന്താ അർത്ഥം? എന്റെ ഉത്തരവാദിത്തം BJPക്ക് തന്നെയാണ്. അത് ക്ലാരിഫൈ ചെയ്തവർ വെളിയിൽ വരണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഇതിൽ നിന്ന് പ്രധാനമന്ത്രി മോദിജി അടക്കം ശക്തമായൊരു നിലപാടെടുത്ത് വിശ്വാസികളുടെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരിച്ചുപിടിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഈ വിഷയം വന്നപ്പോൾ ഈ പ്രതിപക്ഷത്തിന് ഇതൊരു ആയുധമായി മാറിയിരുന്നു, ഈ അയോധ്യ വിഷയം, ഇപ്പൊ ബദ്രിനാഥ് വിഷയം. പക്ഷേ സത്യത്തിൽ ഈ പ്രതിപക്ഷത്ത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ? കാരണം 13 ദിവസത്തിന് ശേഷമാണ് FIR ഈ അയോധ്യയിൽ ഉള്ള കൊള്ളക്കേസിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുക, പരാജയപ്പെട്ടിരുന്നു? രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യരുത്. പക്ഷേ പ്രതിപക്ഷം ഉയർത്തിയില്ലെങ്കിൽ പിന്നെ ആര് ഉയർത്തും? ഈ വിഷയം അഖിലേഷ് യാദവ് ഉയർത്തിയോണ്ടാണ് ഇത്രയും പ്രസക്തിയും പ്രാധാന്യവും വന്നത്. ശരിക്കും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, നമ്മുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് രാഹുൽ ഗാന്ധി, അഥവാ പ്രതിപക്ഷ നേതാവാണ്. ആ ഷാഡോ പ്രൈം മിനിസ്റ്ററായ രാഹുൽ ഗാന്ധി അടക്കം റേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ റേസ് ചെയ്യുന്നത്? കൊണ്ട് തീർച്ചയായിട്ടും റേസ് ചെയ്യണം. രാഷ്ട്രീയ ആയുധമായിട്ടല്ല, അമ്പലങ്ങൾ നന്നാക്കാനുള്ള മെക്കാനിസമായിട്ട് അമ്പലങ്ങളിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കമുള്ള അപ്ലൈ ചെയ്യണം. ഒരുപക്ഷെ രേഷ്മ ശ്രദ്ധിച്ചാണ്, ഞാനാണിത് പല ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ CPMന്റെ MP ജോൺ ബ്രിട്ടാസ് സാർ
ഈ വിഷയം കാര്യമായിട്ട് ഏറ്റെടുത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് അമ്പലങ്ങൾക്കും പള്ളികൾക്കും ചർച്ചിനും മോസ്കിനും ആശ്രമത്തിനും ഒക്കെ വരണം. ഒരു കണ്ടീഷൻ കൊടുത്താൽ മതി, ആ അമ്പലത്തിന്റെയോ പള്ളിയുടെയോ വിശ്വാസിക്ക് മാത്രമേ അവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയൂ. അപ്പൊ ഈ കാശ് എവിടെ പോകുന്നു എന്ന് നമുക്ക് അറിയണം. മാത്രമല്ല 40% കമ്മീഷൻ ഈ വിഷയത്തിൽ തട്ടിയെന്നാണ് ധ്രുവ് റട്ടിയെ പോലെ വളരെ ഉത്തരവാദിത്തമുള്ള, ഇന്ത്യ അറിയുന്ന, നമ്മുടെ ഇലക്ഷനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യങ് ആക്ടിവിസ്റ്റ് പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം വേണം. മുമ്പ് എല്ലാവരും പുച്ഛിച്ച് തള്ളിയതാണ് 2 കോടി രൂപയുടെ ഭൂമി, ലാൻഡ് 18 കോടി രൂപയ്ക്ക് വിറ്റു. സത്യം പറഞ്ഞാൽ എന്നോടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ആ ചർച്ചയെ പോലും ഇരിക്കാൻ താല്പര്യമില്ല, കാര്യം അതിലൊന്നും വിശ്വാസ്യതയില്ല എന്ന്. പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം വേണം. അപ്പൊ ഇതിന്റെ കള്ളത്തരങ്ങൾ എല്ലാം വെളിയിൽ വരണം. അല്ലാതെ ഈ ചെറിയ 6 മീനുകൾ, കാശ് എണ്ണാനിരുന്ന കുറെ ആൾക്കാരാണ് 50 കോടി രൂപയുടെ സ്വത്തുണ്ടാക്കിയെന്നോ കോടിക്കണക്കിന് രൂപ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് കോർട്ട് മോണിറ്റേർഡ് പ്രോബ്. നമ്മുടെ KC വേണുഗോപാൽ സാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം. ഇപ്പൊ വീണ്ടും ഈ അമ്പലങ്ങൾ പണിയുന്ന കാര്യത്തിലേക്ക് BJP നേതാക്കൾ പോകുമ്പോൾ വിശ്വാസികൾക്ക് വലിയൊരു ഭിന്നത അല്ലെങ്കിൽ ഒരു വിള്ളൽ ഇവരോട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ ഒരുപാട് സ്വാധീനിക്കില്ലേ? തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാം, സ്വാധീനിക്കാതിരിക്കാം. ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു വിശ്വാസ പ്രശ്നമായി കാണുന്ന വ്യക്തിയാണ് ഞാൻ. താങ്കൾ ചോദിച്ചതുപോലെ അതിന് അടിയൊളികളുണ്ട്, അലയൊളികളുണ്ട്, അണ്ടർ കറൻസ് ഉണ്ട്. അതൊക്കെ സത്യമാണ്. UP ഇക്വേഷൻ, ജാതി സമവാക്യങ്ങൾ അടക്കം മാറാൻ സാധ്യതയുണ്ട്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഇതൊരു രാഷ്ട്രീയമല്ല, സാമൂഹിക വിഷയമാണ്, ഹിന്ദു സമൂഹത്തിന്റെ വിഷയമാണ്, നമ്മുടെ അമ്പലങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അമ്പലങ്ങളെ ബെറ്റർ ആക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അമ്പലങ്ങളെയും പള്ളികളെയും ആശ്രമങ്ങളെയും മോസ്കിനെയും ചർച്ചിനെയും വിഹാരെയും ഗുരുദ്വാരയും സിനഗോഗിനെയും എല്ലാം അവ നമ്മുടെ നാടിന്റെ പുണ്യങ്ങളാണ്. അതിനെ എല്ലാം അതേപോലെ നിലനിർത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എവിടെ അഴിമതി നടന്നാലും എവിടെ കൊള്ള നടന്നാലും അതിനെ ശക്തമായിട്ട് എതിർക്കാൻ നമുക്ക് കഴിയണം. അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. സത്യത്തിൽ രാഹുൽ, ഈ പൈസ ദൈവത്തിന് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ പൈസ കൊണ്ടിട്ട് ഇപ്പൊ നമുക്ക് അറിയാം, അടുത്തിടെ കേരളത്തില് ഒരു ഫാമിലി പുഴയിൽ ചാടി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത് ഭാരതത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരം രീതിയിലുള്ള ആത്മഹത്യകളും ജോലിയില്ലാത്ത പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും എന്റെ ഒരു ചോദ്യം, ഇത്ര കോടിക്കണക്കിന് ഉള്ള പൈസ ദൈവത്തിന് ആവശ്യമുണ്ടോ? 100% ദൈവത്തിന് പൈസ ആവശ്യമില്ല. ആ ദൈവത്തിന്റെ ഭക്തർക്കും പൊതുസമൂഹത്തിന്റെയും ഭക്തജന സമൂഹത്തിന്റെയും നന്മയ്ക്കാണ് ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് അല്ല. പകരം ദൈവത്തിന് വരുന്ന സ്വർണത്തിനെയും സ്വത്തിനെയും 3ആയിട്ടാണ് ഭാഗിക്കേണ്ടത്. ഞാൻ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലൊക്കെ ഈ പോയിന്റ് പറഞ്ഞാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തിരുമനസിരുന്നപ്പോൾ മഹാരാജാവ് ഇരുന്നപ്പോൾ വലിയൊരു പരിധി വരെ എന്റെ പോയിന്റിനോട് എഗ്രി ചെയ്യുകയും ചെയ്തതാണ്. 3 കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ റിച്വലിസ്റ്റിക്, ആചാരപരവും ആത്മീയവുമായി പ്രസക്തമായ കുറച്ച് സ്വർണവും ഡയമണ്ട്സും ഒക്കെ ഉണ്ട്. അത് തൊടണ്ട, അത് അമ്പലത്തിൽ വെക്കുക. 2, ഇതിൽ ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള കാര്യങ്ങളുണ്ട്, അതായത് ചരിത്രപരമായ മൂല്യങ്ങളുള്ളത്. അതിനെ അമ്പലത്തിനോട് ചേർന്ന് ഒരു ദർശനാലയം, മ്യൂസിയം എന്ന് വിളിച്ചാൽ ഭക്തർക്ക് സെന്റിമെന്റ്സ് ഹേർട്ട് ആവും. അതുകൊണ്ട് പ്രദർശനമൊന്നും മ്യൂസിയം ഒന്നും വിളിക്കേണ്ട, പകരം ദർശനാലയം വെക്കുക. അതിൽ കുറച്ച് ഫീസ് കൊടുത്ത് നമുക്കടക്കം പോയി കയറാനുള്ള അവസരം ഉണ്ടാക്കുക. 3-മത്തേത്, ഒരുപാട് സ്വർണവും മറ്റ് എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ കാണും. ഇവ ബാങ്കിനോടും SBI പോലുള്ള നാഷണലൈസ് ബാങ്കിനോട് ചേർന്നുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി, SBIയുടെ കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് ഇവിടത്തെ ലോക്കറിൽ വെക്കുക. എന്നിട്ട് ആ കാശ് ഉപയോഗിക്കാൻ തയ്യാറാകുക. അങ്ങനെ കാശ് കുന്നുകൂടി കിടക്കുന്നതിന് പകരം അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ, വിതരണ സ്വഭാവം ഉണ്ടാകണം. ഇനി നമുക്ക് ഹിന്ദു സമൂഹത്തിന് വേണ്ടി തന്നെ നല്ല സ്കൂളുകൾ കെട്ടാം, അതിൽ എല്ലാ സമുദായങ്ങളെയും വിളിക്കാം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വിളിക്കാം. നമുക്ക് നല്ല ഹോസ്പിറ്റലുകൾ കെട്ടാം, അതിൽ നിന്ന് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാത്തിനും വിശ്വാസിക്കും എല്ലാവർക്കും ഗുണം ഉണ്ടാവും. അതുകൊണ്ട് അമ്പലത്തോടൊപ്പം സ്കൂള്, ഹോസ്പിറ്റല്, ലൈബ്രറി, നമുക്ക് അല്ലെങ്കിൽ ആയുർവേദം, യോഗ, പശു സംരക്ഷണം, എന്ത് കാര്യത്തിനു വേണ്ടി ചെയ്യാം. പക്ഷെ ഇത് വെറുതെ കുന്നുകൂടി അവിടെ കിടക്കുന്നതിൽ അർത്ഥമില്ല. അത് ദൈവത്തിന്റെ താല്പര്യത്തോടെ അല്ലെങ്കിൽ ആ ദേവതയുടെ താല്പര്യത്തോടെ ഭക്തർക്കും പൊതുസമൂഹത്തിനും നന്മയ്ക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഈ ചോദ്യം രേഷ്മ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം വിശ്വാസത്തിന്റെ പേരിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കരുത്. യഥാർത്ഥത്തിൽ ദൈവത്തിനല്ല കാശ്, നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിലൂടെ ഭക്തർക്കും സമൂഹത്തിനും എത്താനാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന് നോട്ട് കിട്ടുകൊണ്ട് എന്താ കാര്യം? ഗാന്ധിജിയുടെ നോട്ട് ശ്രീരാമന്റെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പകരം ആ നോട്ട് ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് കാശ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവീകമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി കെട്ടുക, സ്കൂള് കെട്ടുക, വായനശാലകൾ ഉണ്ടാക്കുക, ഗ്രന്ഥശാല ഉണ്ടാക്കുക, ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക, ഈ രീതിയിൽ പോകണം. ഹോർഡിംഗ് മെക്കാനിസം ഇല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ പോകണം. ഈ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അതിന് വിശ്വാസിയായിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനോ നിരീശ്വരവാദിയോ കമ്മ്യൂണിസ്റ്റുകാരനോ ആയിട്ടല്ല. അവര് പറയുന്നതിന്റെ നന്മകളെ ഉൾക്കൊണ്ട് നമ്മൾ ഇതൊരു വിതരണ സമ്പ്രദായത്തിലൂടെ കടത്തിവിട്ട് സമൂഹത്തെ മെച്ചമാക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ആ ചോദ്യത്തിന് നന്ദിയും പറയും.